നമസ്കാരം, റിച്ച് ഇന്ത്യൻ കൾച്ചറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ആദി ഗുരുവായ ദക്ഷിണാമൂർത്തിയും നവഗ്രഹ ഗുരുവും ആരാണെന്നും അവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നുമാണ് ഈ വീഡിയോയിലൂടെ വിശദമാക്കുന്നത്. നവഗ്രഹങ്ങളുടെ രാശിമാറ്റങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പല മാറ്റങ്ങളും വരുത്താറുണ്ട്. ഗ്രഹങ്ങളുടെ സഞ്ചാരപാത മാറുന്നതിനനുസരിച്ച് അതാത് ഗ്രഹങ്ങൾക്ക് പരിഹാരം ചെയ്ത് ജീവിത വിജയം കരസ്ഥമാക്കാൻ സാധിക്കും എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. എന്നാൽ നവഗ്രഹത്തിൽ വ്യാഴഗ്രഹത്തിന് പരിഹാരമാർഗം നിർദ്ദേശിക്കുമ്പോൾ പലർക്കും ഒരാശയക്കുഴപ്പം ഉണ്ടാകാറുണ്ട്. 2024 മെയ് മാസം 1-ാം തീയതി മുതൽ നടക്കുന്ന വ്യാഴഗ്രഹത്തിന്റെ രാശിമാറ്റം പലരുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുമെന്നാണ് ജ്യോതിഷ പ്രവചനം. അതിനാൽ ഈ സമയം ധാരാളം പേർ ഗുരുവിന് പൂജകൾ അർപ്പിക്കുന്നതിനും പരിഹാരങ്ങൾ ചെയ്യുന്നതിനുമായി ക്ഷേത്രങ്ങൾ സന്ദർശിക്കാറുണ്ട്. എന്നാൽ പലരും നവഗ്രഹത്തിലെ വ്യാഴഗ്രഹത്തിന് ചെയ്യേണ്ട പരിഹാര പൂജകൾ ആദി ഗുരുവായ ദക്ഷിണാമൂർത്തിക്ക് ചെയ്തു കാണാറുണ്ട്. സാധാരണ ഭക്തർക്കിടയിൽ മാത്രമല്ല, ചില ക്ഷേത്രങ്ങളിലും ഇത്തരത്തിൽ പൂജകൾ ചെയ്യുന്നുണ്ട്. ഈ ആശയക്കുഴപ്പത്തിന്റെ പ്രധാന കാരണം ആദി ഗുരുവായ ദക്ഷിണാമൂർത്തിയെയും നവഗ്രഹ ഗുരുവായ വ്യാഴത്തെയും ഗുരു എന്നാണ് സംബോധന ചെയ്യുന്നത് എന്നതാണ്. ഈ വീഡിയോയിൽ ദക്ഷിണാമൂർത്തിയും നവഗ്രഹ ഗുരുവും ആരാണെന്നും അവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നും വ്യക്തമായി മനസ്സിലാക്കാം. ഭഗവാൻ പരമേശ്വരന്റെ മറ്റൊരു രൂപമാണ് ദക്ഷിണാമൂർത്തി. ശിവക്ഷേത്രങ്ങളിൽ ശ്രീകോവിലിന്റെ തെക്കുഭാഗത്ത് ഭഗവാൻ ജ്ഞാനിയുടെ രൂപത്തിൽ ആൽമരച്ചുവട്ടിൽ ചിന്മുദ്രയോടുകൂടി ദർശനം നൽകുന്നത് കാണാം. വലതുകാൽ അസുരനെ ചവിട്ടിപ്പിടിച്ച് ഇടതുകാൽ മടക്കി വെച്ച് തന്റെ ഭക്തർക്ക് ജ്ഞാനം ഉപദേശിച്ചു നൽകുന്ന ജ്ഞാനസ്വരൂപനാണ് ദക്ഷിണാമൂർത്തി. സർവ്വലോകത്തിനും ഗുരുവും സർവ്വവിദ്യകൾക്കും അധിപനുമായ ദക്ഷിണാമൂർത്തി തെക്കോട്ട് ദർശനമായാണ് ഇരിക്കുന്നത്. ജ്ഞാനസ്വരൂപനായ ഭഗവാന് വെള്ള വസ്ത്രമാണ് ചാർത്തുന്നത്. ഭഗവാന്റെ കയ്യിലെ ചിന്മുദ്ര ബ്രഹ്മജ്ഞാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരിക്കൽ ബ്രഹ്മദേവന്റെ പുത്രന്മാരായ സനകാദി മുനികൾ എന്നറിയപ്പെടുന്ന സനകൻ, സനന്ദനൻ, സനാതനൻ, സനത്കുമാരൻ എന്നീ 4 പേർ ജ്ഞാനം തേടിയുള്ള യാത്രയിൽ കൈലാസത്തിലെത്തി ശിവനെ ദർശിച്ചു. സനകാദി മുനിമാരുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഭഗവാൻ ഉത്തരം നൽകിയെങ്കിലും മുനിമാർ അവരുടെ പല സംശയങ്ങളിൽ നിന്നും മുക്തരായില്ല. ഒടുവിൽ ഭഗവാൻ അവർക്ക് മുന്നിൽ ചിന്മുദ്ര കാണിച്ച് മൗനത്തിലൂടെ അർത്ഥം വിശദീകരിച്ചപ്പോഴാണ് അവർക്ക് പൂർണ്ണമായ ജ്ഞാനത്തെ പകർന്നു കിട്ടിയ സംതൃപ്തി കൈവന്നത്. ചിന്മുദ്ര എന്നാൽ വലത് കൈയിലെ തള്ളവിരലിന്റെയും ചൂണ്ടുവിരലിന്റെയും അഗ്രം പരസ്പരം തൊട്ടുകൊണ്ട് മറ്റു 3 വിരലുകൾ മേൽപോട്ടുയർത്തിവെക്കുന്നതാണ് ചിന്മുദ്ര. അതിൽ തള്ളവിരൽ പരമാത്മാവിനെയും ചൂണ്ടുവിരൽ ജീവാത്മാവിനെയും പ്രതിനിധാനം ചെയ്യുന്നു. മറ്റു 3 വിരലുകൾ, അതായത് ചെറുവിരൽ, മോതിരവിരൽ, നടുവിരൽ എന്നിവ അഹങ്കാരം, കോപം, മായ എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്നു. ഈ വികാരങ്ങളെയെല്ലാം മറികടന്നാൽ ജീവാത്മാവിന് പരമാത്മാവിനെ അഭയം പ്രാപിക്കാൻ സാധിക്കും എന്നും അതിലൂടെ പരമമായ ജ്ഞാനത്തെയും ആനന്ദത്തെയും അനുഭവിക്കാൻ സാധിക്കും എന്നുമാണ് ചിന്മുദ്രയിലൂടെ വ്യക്തമാക്കുന്നത്. സതീവിയോഗം മൂലം തപസ്സനുഷ്ഠിച്ച പരമശിവന്റെ മൂർത്തിഭേദമാണ് ദക്ഷിണാമൂർത്തി എന്നും പറയപ്പെടുന്നു. തേടിയെത്തുന്ന ജ്ഞാന അന്വേഷികൾക്ക് ജ്ഞാനം പ്രദാനം ചെയ്ത് അജ്ഞത അകറ്റുന്ന ദക്ഷിണാമൂർത്തിയെ സങ്കല്പിച്ചുകൊണ്ടുള്ള ഗുരുപൂജ അത്യുത്തമമാണ്. ദക്ഷിണാമൂർത്തിയെ ആരാധിക്കുന്നതിന് പ്രത്യേകിച്ചൊരു ദിവസമില്ല, എല്ലാ ദിവസവും ഭഗവാനെ ആരാധിക്കാം. ഇനി നവഗ്രഹ ഗുരുവായ വ്യാഴ ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കാം. പുരാണങ്ങൾ പ്രകാരം ദേവന്മാരുടെ ഗുരുവാണ് ബൃഹസ്പതി. ദേവലോക സഭയിൽ ദേവന്മാർക്ക് ഉപദേശം നൽകുന്ന ആചാര്യനാണ് വ്യാഴഗ്രഹമായി അറിയപ്പെടുന്ന ബൃഹസ്പതി. ദേവന്മാർക്ക് നേർവഴി കാട്ടി ഉപദേശിക്കുന്നതിനാൽ ബൃഹസ്പതിയെയും ഗുരുവായി കണക്കാക്കുന്നു. നവഗ്രഹങ്ങളിൽ വ്യാഴഗ്രഹമായി അറിയപ്പെടുന്ന ബൃഹസ്പതിക്കാണ് വ്യാഴഗ്രഹത്തിന്റെ രാശിമാറ്റ സമയത്തും മറ്റും ഗുരുപരിഹാരം ചെയ്യുന്നത്. നവഗ്രഹ ഗുരുവായ വ്യാഴം വടക്ക് ദിശയെ അഭിമുഖീകരിക്കുന്നു. വ്യാഴത്തിന് പ്രധാനപ്പെട്ട ദിവസമായി കരുതുന്നത് വ്യാഴാഴ്ചയാണ്. മഞ്ഞ നിറമുള്ള വസ്ത്രങ്ങളും പൂക്കളും ഒപ്പം കടലമണികൾ മാലയായി കെട്ടി വ്യാഴഗ്രഹത്തിന് ചാർത്തുന്നതുമെല്ലാം പ്രധാന വഴിപാടായി കരുതുന്നു. ഒരാളുടെ ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും നൽകുന്ന ഗ്രഹമായി വ്യാഴത്തെ കണക്കാക്കുന്നു. വ്യാഴാഴ്ച ബൃഹസ്പതിയെ പ്രാർത്ഥിക്കുന്നത് ഭാഗ്യദായകമായി ജ്യോതിഷം പറയുന്നു. അതുകൊണ്ട് തന്നെ വ്യാഴത്തിന്റെ സഞ്ചാരപാത മാറുമ്പോഴും മറ്റും ഗുരുവിന് പരിഹാരം ചെയ്യുന്നത് നവഗ്രഹ ഗുരുവായ വ്യാഴദേവനാണ് എന്ന് മനസ്സിലാക്കാം. പല ക്ഷേത്രങ്ങളിലും ദക്ഷിണാമൂർത്തിക്ക് മഞ്ഞവസ്ത്രം ചാർത്തി കടലമാല അണിയിച്ച് പൂജകൾ ചെയ്യുന്നത് കാണാറുണ്ട്. ഇത് പലരിലും ആശയക്കുഴപ്പമുണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, പലരും നവഗ്രഹ ഗുരുവിന് ചെയ്യേണ്ട ആരാധനകൾ ദക്ഷിണാമൂർത്തിക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു.
ജ്ഞാനഗുരുവായ ദക്ഷിണാമൂർത്തി എല്ലാ ഗുരുവിനും ഗുരുവാണ് എന്നതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഗുരുപൂജ നടത്താൻ തിരഞ്ഞെടുക്കാം. എന്നാൽ വ്യാഴപ്രീതിക്കായി ചെയ്യേണ്ടുന്ന പൂജകൾക്ക് ഉത്തമ ദിവസമായി കരുതുന്നത് വ്യാഴാഴ്ചയാണ്. മഞ്ഞ വസ്ത്രവും കടലമണികൾ കോർത്ത മാല ചാർത്തേണ്ടുന്നതും വ്യാഴദേവനാണ്, ജ്ഞാനഗുരുവായ ദക്ഷിണാമൂർത്തിക്കല്ല. തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിൽ ആലങ്കുടി എന്ന ഗ്രാമത്തിൽ ദക്ഷിണാമൂർത്തിക്ക് പ്രത്യേക സന്നിധിയുള്ള ഒരു ക്ഷേത്രമുണ്ട്. ഗുരുവിനും ഗുരുവായ ദക്ഷിണാമൂർത്തിക്ക് പ്രത്യേക സന്നിധിയുള്ള അപൂർവം ചില ക്ഷേത്രങ്ങളിലൊന്നാണിത്. ഇതുകൂടാതെ നവഗ്രഹ പരിഹാര സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ക്ഷേത്രം. ദക്ഷിണാമൂർത്തിയും നവഗ്രഹ ഗുരുവായ വ്യാഴദേവനും തമ്മിലുള്ള വ്യത്യാസം കമ്പഹരേശ്വര ക്ഷേത്രത്തിലെ പൂജാരിയായ സുന്ദരമൂർത്തി ഗുരുക്കളുടെ വാക്കുകളിൽ നിന്നും കൂടുതൽ നന്നായി മനസ്സിലാക്കാം. ரெண்டுமே தட்சிணாமூர்த்தின்னா அப்படின்னா குருவுக்கு தட்சிணாமூர்த்தின்னா குருவுக்கே குரு அவர். நவகிரகத்தை உள்ளதான் குரு, நவகிரகத்துல குரு அவருக்கே குருவா தான் குருநாம் குருகும் பேர் அவரை நம்ம கொண்டாடுறோம். ஆனா தட்சிணாமூர்த்திக்கு குருன்னா குருக்கு குரு அவர் தான். குருங்கிறது நவகிரகத்தை உள்ளதான். அதாவது நவகிரகத்துல குரு தேவகுருன்னு பேர். தேவர்களுக்கெல்லாம் அவர் தேவகுரு. அசுரகுருன்னு பேர் சுக்கிரனுக்கு பேர் அசுரகுரு. நவகிரகத்துல உள்ளதான் குரு. நாம என்ன பண்றோம்னா நேராக டைரக்டா கலெக்டரே பேர் கீழே போக நேராக போயிடும். அப்படி போகக்கூடாது. முறையா போனா நவகிரகத்துல தான் பூஜை. கீழாய தர்மபுரி ஆதீனம் மாசிலாமணி தேசிய சுவாமிகள் அவருடைய நல்ல அனுபவம். அது என் பேர் சுந்தரமூர்த்தி குருக்கு. ദക്ഷിണാമൂർത്തിയും നവഗ്രഹ ഗുരുവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി പൂജകൾ അർപ്പിക്കാൻ ശ്രമിച്ചാൽ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കുമെന്നാണ് സുന്ദരമൂർത്തി ഗുരുക്കളുടെ അഭിപ്രായത്തിൽ നിന്നും മനസ്സിലാക്കാനാവുന്നത്. ആദിഗുരുവും നവഗ്രഹ ഗുരുവും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കോൺ കൂടി പ്രസ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.